അങ്ങനെ നാളെ നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയാലോ പോയിട്ട്? ആൾക്കറിയോ, ഈ വീട് ഈ കാണുന്ന പോലെ ഇരുന്നില്ല. ഓടിട്ടൊരു ഒറ്റ നില വീടായിരുന്നു. ഞാൻ 10ാം ക്ലാസ്സിൽ നിന്ന് പഠിപ്പ് നിർത്തി കിട്ടിയ വയസ്സ് ഗൾഫിൽ പോയിട്ടുണ്ടാക്കിയത്. അപ്പം ഇന്ന് ഈ കാണണമൊക്കെ. അതിനിടയിൽ മോനെ പഠിപ്പിച്ചൊരു ജോലിയാക്കി കൊടുത്ത് പെങ്ങന്മാരെ കെട്ടിച്ച്. എനിക്കത്ര കടങ്ങളുണ്ടെന്ന് എനിക്കറിയാം. ഇതൊന്നും ഞാൻ ആരും അറിയിച്ചിട്ടില്ല. എന്നിട്ട് ഭാഗം വെച്ചപ്പോൾ മൂത്ത മോനും കുടുംബം പുറത്ത്. ഇതിലൊന്നുമല്ലൊക്കെ സങ്കടം. മോന് പറഞ്ഞിട്ടേ ഈ വീട് ചെറിയ മക്കൾക്കുള്ളതാ. എന്നോട് നാളേക്ക് നാളെ പോയിക്കോളാം. അവനെ തല്ലിയില്ലെന്നുള്ളൂ. പക്ഷെ അവൻ്റെ സംസാരത്തിൽ അങ്ങനെയായിരുന്നു. ഞാൻ അങ്ങനെ നോക്കിയിട്ടുണ്ടാക്കിയല്ലോ അവനെ. അതാക്ക് സങ്കടം. വിഷമിക്കലോ ആക്കുമോ? അത് നാട്ടു നടപ്പാണ്. കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്നതൊക്കെ മൂത്ത മക്കളായിരിക്കും. ലാസ്റ്റ് അവരെ അധ്വാനമൊന്നും ആരും കാണൂല. പിടിച്ചു വാങ്ങുന്നതല്ലല്ലോ കാക്കു അതിൻ്റെ ശരി. അവർ മനസ്സറിഞ്ഞ് തരുമ്പോഴല്ലേ നമുക്ക് സന്തോഷം. ഈ കാണുന്നതൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയത് തന്നെയല്ലേ? ആയുസ്സും ആരോഗ്യം ദൈവം തന്നു കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റും കാക്കു. ഈ ആണിൻ്റെ ധൈര്യം. അല്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് താങ്ങാൻ പറ്റിയിരുന്നില്ല.